ജസ്റ്റിസ് എൻ ശേഷാദ്രിനാഥനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി, അതായത് ശരിയായില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഒരാളാണ് ഈ പറയുന്ന നമ്മുടെ PM നിയാസ്. അപ്പോൾ ഈ നിയാസിനിപ്പം മുഖ്യമന്ത്രിയെ ഒന്ന് കാണണം, മുഖ്യമന്ത്രിയോട്ട് ഈ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കണം എന്നൊരു ആവശ്യം വെച്ചു. അപ്പോൾ ഈ ആവശ്യം പോലും മുഖ്യമന്ത്രി നിഷേധിച്ചു. അതായത് ഇവനെയൊക്കെ ആരെ കാണാൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ മറുപടി എന്ന് പറയുന്നത്. ഇതും വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. നമ്മുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷവും നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകളും നിയമനങ്ങളും കേരളത്തിൽ ഏറ്റവും അധികം വിവാദങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആദ്യമായി നടത്തിയ നിയമനം എനിക്ക് തോന്നുന്നു നമ്മുടെ ഖേൽക്കർ എന്ന് പറയുന്ന രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന ഒരാളെ, അതായത് കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന അദ്ദേഹത്തെ സ്വന്തം സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന് തന്നെയാണ് ഇപ്പം നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന് ചുമതല കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ രീതിയിലുള്ള നിയമനമായിരുന്നു. എന്തിനാണ് അങ്ങനെ ഒരു നിയമനം? VD സതീശൻ യൂട്ടേൺ അടിക്കാത്ത നിയമനങ്ങളിൽ ഒന്നതാണ്. രത്തൻ യു ഖേൽക്കറെ നിയമിച്ചതാണ്. രത്തൻ യു ഖേൽക്കറുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരിക്കുന്ന കാലത്താണ്, അതായത് നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഇതിൽ, അതായത് പേപ്പറിൽ, സർക്കുലറിൽ BJPയുടെ സീലുണ്ടായിരുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളായിട്ടല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത്. അവർക്ക് അവരുടേതായ ഇന്ത്യൻ ഭരണഘടനയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. അപ്പം അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അതിന് പകരം അവരുടെ പുറത്തിറക്കുന്ന സർക്കുലറിൽ BJPയുടെ സീൽ എങ്ങനെ വരും? BJP ഇറ്റ്സ് എ പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ എങ്ങനെയാണ് ഇതിൽ വരിക? അപ്പം അത് തന്നെ മാൽ പ്രാക്ടീസ് അല്ലേ? അപ്പോൾ എന്നിട്ട് അത് പറഞ്ഞു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച് എങ്ങനെയാണ് ക്ലറിക്കൽ മിസ്റ്റേക്ക് തെറ്റല്ലേ? അങ്ങനെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒന്നിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടുണ്ടോ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്താണ് VD സതീശൻ പറഞ്ഞത് അച്ചിട്ടാവുന്ന തരത്തിൽ ആലോചിച്ച് നോക്കൂ. ഇവിടെ 100-ലധികം സീറ്റുകൾ, 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ്, 1 ഡസനോളം വരുന്ന മന്ത്രിമാരുടെ പരാജയം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നാണ് ഈ പൂക്കി മുഖ്യമന്ത്രി പറഞ്ഞു നടന്നത്. അപ്പൊ അത് തന്നെ കേരളത്തിൽ സംഭവിച്ചു. അപ്പോൾ നമ്മൾ ഇതിന് ചേർത്ത് വായിക്കണം. രത്തൻ യു ഖേൽക്കർ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവുന്നതും തുടർന്ന് പൂക്കി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവുന്നതും ഈ പറയുന്ന മുഖ്യമന്ത്രി ആയിരിക്കുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് നടന്ന പ്രവചനവും ഇയാളെന്ന് റാഷിദൊന്നും അല്ലല്ലോ. തീർച്ചയായിട്ടും സംശയിക്കണം. ഈ പറയുന്ന VD സതീശൻ എന്ന പേര് അല്ലാതെ റാഷിദ് എന്നല്ല. എങ്ങനെ സംശയിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയോ അട്ടിമറി നടന്നിട്ടില്ല നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഉറപ്പിച്ചു പറയാൻ ചോദിച്ചാൽ സിമ്പിളി പറയാം. എങ്ങനെയാണ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ഇവിടെ ആരെങ്കിലും പേഴ്സണൽ സെക്രട്ടറിയായിട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഏതെങ്കിലും കൃത്യമായി പിണറായി വിജയനല്ല, ഇനി അതല്ല VS അച്യുതാനന്ദനായിരുന്ന കാലഘട്ടത്തിൽ പോലും അവർക്ക് ഇത്ര കൃത്യം 5 ജില്ല ക്ലീൻ സ്വീപ്പ്, 100-ലധികം സീറ്റുകൾ, ഇത്ര മന്ത്രിമാരുടെ പരാജയം എങ്ങനെ പറയാൻ പറ്റും ഇത്ര കൃത്യമായിട്ട്? ഇവിടുത്തെ പ്രവചന സിംഹവും നമ്മൾ വിളിക്കുന്ന റാഷിദ് പറയുമോ ഇങ്ങനെ? പറയത്തില്ല, പറയാൻ പറ്റത്തില്ല. അച്ചിട്ടായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എവിടേക്കോ ചില മാൽ പ്രാക്ടീസുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ ചേട്ടൻ പറയുന്നത് അതിന്റെ നന്ദി പ്രകടനമായിരുന്നു നമുക്ക് സംശയിക്കേണ്ടി വരും. ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് ഉപകാര സ്മരണ എന്ന് പറയും. സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരെ പോലും അവഗണിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം സമീപനങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ചേരുന്നതല്ലെന്നേ. ഇപ്പൊ ഈ പറയുന്ന PM നിയാസ് എന്ന് പറയുന്ന ഒരാൾ, N ശേഷാദ്രിനാഥൻ എന്ന് പറയുന്ന ഒരാൾ സംഘപരിവാറുകാരനാണ്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഖേൽക്കർ സംഘപരിവാറുകാരനാണെന്നേ. ബിജെപിയുടെ കുഴലൂത്തുകാരനാണ് ഈ ഖേൽക്കറെ നിയമിച്ചപ്പോൾ എന്തുകൊണ്ട് ആരും പ്രതികരിച്ചില്ല? ആര് പറഞ്ഞു? ഇവിടുത്തെ ഇടതുപക്ഷക്കാർ പറഞ്ഞല്ലോ, പല നേതാക്കന്മാരും പറഞ്ഞല്ലോ. അപ്പോഴും മുഖ്യമന്ത്രിക്ക് അതിൽ നിന്ന് യൂട്ടേൺ അടിക്കാൻ കഴിയില്ലത്രേ, നിയമിച്ചു പോയി. അങ്ങനെ അവിടെ കൊടുത്തിട്ടു. പിന്നെ നമ്മൾക്കറിയാം, ചിന്തിച്ചു നോക്കിയാൽ മതിയെന്നേ, പുള്ളി ഖേൽക്കർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് വിഴിഞ്ഞം പോർട്ടിന്റെ സെക്രട്ടറിയായി മാറിക്കഴിഞ്ഞപ്പോൾ ദാ കിടക്കുന്ന അദാനി കൊണ്ടുവന്നിട്ട് അവിടെ കിടന്ന ഓഹരി എല്ലാം കൂടെ 10,000 കോടി രൂപ ലാഭത്തിൽ വിറ്റു. അങ്ങനെ പറയണ്ടേ, 10,000 കോടി രൂപ ലാഭത്തിലാണ് അത് വിറ്റത്. 3,000 കോടി രൂപ മുടക്കിയ അദാനി. ഇതെങ്ങനെ സാധിക്കുന്നു?
മംഗലാപുരത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി കൂടിക്കാഴ്ച നടത്തിയിട്ട് തിരിച്ചു വന്നു ഈ വി ഡി സതീശൻ. ആരെ കാണാൻ, എന്തിനു കാണാൻ? അപ്പോഴും പറഞ്ഞത് എന്താ, ആര്യാടൻ മുഹമ്മദിന്റെ ഒരു അകന്ന ബന്ധുവിനെ കാണാൻ പോയെന്ന് പച്ചക്കള്ളം പറയല്ലോ ചെയ്ത്. സത്യമാണെങ്കിലോ? എന്ത് സത്യം? ആര്യാടൻ ഷൗക്കത്തിന് അറിയാൻ വയ്യാത്ത ബന്ധു ആര്യാടൻ മുഹമ്മദിന് പിന്നെ മംഗലാപുരത്തുണ്ടോ? ഉണ്ടെങ്കിലോ? എങ്ങനെ? ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞിട്ടില്ല, ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ആര്യാടൻ ഷൗക്കത്ത് അംഗീകരിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ബന്ധുവുള്ള കാര്യം. ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴും പിന്നെ ഈ ബാപ്പയുടെ കുഴി തോണ്ടണമെന്ന് പറഞ്ഞ് നടക്കുക, അവിടെ പോയിട്ട് കണ്ടുപിടിക്കാൻ ആ ബാപ്പ ആരാ ബന്ധു എന്ന്. അതാണ് അവസ്ഥ. മനസ്സിലാക്കണം അത്. എന്നിട്ട് ഇപ്പോ ഈ സ്വന്തം പാർട്ടിയിലെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു കുറെ എണ്ണം ഉണ്ട്. അതിലൊരാള് PM നിയാസ് എന്ന് പറയുന്ന ഒരാൾ വളരെ വ്യക്തമായി മാധ്യമങ്ങളുടെ മുന്നിലും ഫേസ്ബുക്കിലും പറഞ്ഞു അയാള് സംഘപരിവാറുകാരനാണ്, ഈ മുഖ്യമന്ത്രി ഈ കാണിക്കുന്ന അങ്ങേയറ്റത്തെ നിഷേധകരമായ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്തു. അപ്പൊ അത് പറഞ്ഞതുകൊണ്ടായിരിക്കും കാണണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോൺഗ്രസിന്റെ നയം എന്താ? ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നയം എന്താ? ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്തിനാ നിൽക്കുന്നേ? സംഘപരിവാറിനെതിരെ. രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിക്കും, ചിലപ്പം നരേന്ദ്രമോദി കിട്ടി 4 ഉമ്മയും കൊടുക്കും, അത് വേറൊരു കാര്യം. അപ്പൊ ഈ പറയുന്ന അത്രയും ദേശീയ തലത്തിൽ ഞങ്ങൾ ഇതിനെല്ലാം എതിരാണ്, സംഘപരിവാറിനെതിരാണെന്ന് ദേശീയ തലത്തിലൊരു പ്രഖ്യാപനം, ഇവിടെ സംസ്ഥാന തലത്തിൽ വേറൊരു പ്രഖ്യാപനം. അപ്പൊ ഈ KPCC ജനറൽ സെക്രട്ടറിമാരെ എന്തോനാ പൂവിട്ട് പൂജിക്കാനാണോ വെച്ചോണ്ടിരിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ അവർക്ക് അവരുടേതായ സമീപനം ഉണ്ടെന്നേ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ സംഘപരിവാറുകാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ സംഘപരിവാർ ബന്ധമുണ്ടെന്നുള്ളത് നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുണ്ടല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്താൽ പോരെ? അതെ, നമ്മളെ നിയമത്തോട്ട് പോയാൽ പോരെ? അതാ പറഞ്ഞത്, നല്ല കൃത്യമായി അതിന് തെളിവുകൾ കിടക്കുക. അപ്പൊ ഈ നിയാസ് എന്ത് ചെയ്തു? പുള്ളിയെ നേരിട്ട് കണ്ട് ഇക്കാര്യം കൂടിക്കാഴ്ച നടത്താനാണ് മുഖ്യമന്ത്രിയോട് സമയം ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് സമയമില്ല, ഇവനെയൊക്കെ ആര് കാണുമെന്നാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് പീരീഡന്മാരുടെ നിയമനം തന്നു. AVP സംഘപരിവാറിൽ നിന്നുമാണ് ആൾക്കാരെ അവിടെ നിയമിച്ചത്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ലോയേഴ്സ് കോൺഗ്രസിൽ നിന്ന്. ലോയേഴ്സ് കോൺഗ്രസ് ഇക്കാര്യം പറഞ്ഞില്ല. ലോയേഴ്സ് കോൺഗ്രസിൽ നിന്നാണ് നിയമനം നടത്തിയെന്നാണ് പറയുന്നത്, അവർ തന്ന ലിസ്റ്റും പ്രകാരം. അപ്പൊ എന്ത്? അബിൻ വർക്കി, പാവപ്പെട്ടവൻ, ആറന്മുളയിലെ പിന്നെ നിന്ന് ജയിച്ച കക്ഷിയാണ് അബിൻ വർക്കി. ഈ പറയുന്ന അലോഷ്യസ് സേവിയർ KSUവിന്റെ. ഇപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് പറഞ്ഞു എന്റെ പൊന്നു മുഖ്യമന്ത്രി നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം, ഞങ്ങൾക്ക് കൂടിക്കാഴ്ച. ഇവന്മാരെയൊക്കെ ആര് കാണും? കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവന്മാരാണോ തീരുമാനിക്കുന്നത്, KSUക്കാരാണോ ഗവൺമെന്റ് പീരീഡിന്റെ കാര്യം തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താ? ഞാൻ എന്തോ വലിയ നിലപാടുകാരനാണ്, ഞാൻ ഏകാധിപതിയാണ്, ഞാൻ രാജാവാണ്, അല്ലെ? എന്റെ വാക്കുകൾക്കോ എന്റെ പ്രവൃത്തിക്കോ അപ്പുറത്തേക്ക് ഇവിടെ ഇനി KSU അല്ല, യൂത്ത് കോൺഗ്രസ് അല്ല, ഇനി ഏവം വന്ന് തലകുത്തി മറിഞ്ഞാലും എന്റെ തീരുമാനം ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന ധാർഷ്ട്യം കലർന്ന സമീപനമാണ് ഈ പൂക്കി മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഇതിനകത്ത് വേറൊരു ദോഷം വരാൻ പോകുന്നത് എവിടെയെന്നറിയോ? ഈ പറയുന്ന ഇവരെല്ലാം കൂടെ അങ്ങൊട്ടും. ആരൊക്കെയാ? അപ്പുറത്ത് വേറൊരാളുണ്ട്, KC വേണുഗോപാൽ, സംഘടനാ ജനറൽ സെക്രട്ടറി. അതൊക്കെ വരും. അത് വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഓപ്പറേഷൻസ് അല്ല ഇത്, നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നില ഒരുക്കണ്ടേ? ആ നില ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിയായി കണിച്ചോണ്ടിരിക്കുന്ന പറയാതിരിക്കാൻ പറ്റുമോ KC വേണുഗോപാൽ? നില ഒരുക്കിയാൽ ഇനിയുള്ള കളി VD സതീശനെ ഇവിടെ നിന്ന് കാലം തേക്കാതെ ഇറക്കി വിടാൻ പിന്നെ ഇങ്ങനെ വിചാരിച്ച് നടക്കും. മനസ്സിലായോ? രമേശ് ചെന്നിത്തല പുള്ളി വിചാരിക്കില്ലേ പുള്ളി വെറും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് തൂഫാൻ എന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ ഓടിച്ചോണ്ടിരിക്കുക അല്ലേ? അല്ലാതെ രമേശ് ചെന്നിത്തല അല്ല എന്ത് ചെയ്യും? അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ആഗ്രഹമില്ലേ? ഓഫർ ചെയ്താൽ പോരേന്നേ. അബിൻ വർക്കിക്ക് നിനക്കൊരു മന്ത്രിസ്ഥാനം തരാം, ഓഫർ ചെയ്താൽ പോരെ? ഓഫർ തീരുന്ന കേസല്ലേ ഉള്ളൂ. ഈ പറയുന്ന അലോഷ്യസ് സേവ്യർ കഴിഞ്ഞ വേണ്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തതുകൊണ്ട് രാജിവെക്കാൻ ഒരുങ്ങിയ ഒരാളാണല്ലേ അലോഷ്യസ് സേവ്യർ. അവനെ ആരാ തിരിച്ചു കൊണ്ടുവന്നത്? KC വേണുഗോപാലാ തിരിച്ചു കൊണ്ടുവന്നിരുത്തിയത്. അലോഷ്യസ് സേവ്യർ KCയുടെ ആളാണെന്നേ. അബിൻ വർക്കി KCയുടെ ചെന്നിത്തലയുടെ ആളാ. എങ്കിലും ഇനിയിപ്പോ KCയുടെ പക്ഷത്തോട്ട് പോകും. KC അവരെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. ശരിയാണ്, KCയുടെ പക്ഷക്കാരാണ് കൂടുതലും ഉള്ളത്. ഇതിൽ വരാൻ പോകുന്ന പ്രശ്നം അവിടെയാണ്. ഇവരെല്ലാം കൂടെ ഒരു ബെൽറ്റ് അങ്ങ് ഒന്നിക്കുകയാണ്. ഈ ബെൽറ്റ് ഒന്നിച്ചു കഴിയുമ്പോൾ ഈ ബെൽറ്റിനകത്തിന് പുറത്തേക്ക് പിന്നെ VD സതീശൻ എത്തും. VD സതീശൻ ഇപ്പൊ ഈ അധികാരത്തിന്റെ മത്ത് തലക്കി പിടിച്ചിട്ടുള്ളതാണ് മനസ്സിലാവാത്തത്. ഇവരൊരുമിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ VD സതീശൻ പുകഞ്ഞുകൊള്ളിയാവും. പിന്നെ VD സതീശനെതിരായിട്ട് ഇവിടെ ഒരു വലിയ പിന്നെ ഒരു പടയാളികളെ സൃഷ്ടിച്ചെടുക്കാൻ KC വേണുഗോപാലിന് കഴിയും. കാര്യം അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. എന്ത് വന്നാലും VD സതീശന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഹൈക്കമാൻഡാണ് KC. അപ്പൊ അങ്ങനെയുള്ള KCക്ക് പിന്നാലെ എല്ലാവരും കൂടും. സ്വാഭാവികമായി നടക്കാൻ പോകുന്ന കാര്യമാണത്. അപൂർവം ചില ഘടകകക്ഷികൾ മാത്രം ഇപ്പൊ മുസ്ലിം ലീഗ് മാറി നിൽക്കും. കാര്യം മുസ്ലിം ലീഗ് പറയും ഞങ്ങൾ പിന്നെ ഇനി അങ്ങോട്ട് പറഞ്ഞു വിട് പ്രിയങ്ക ഗാന്ധിയെ ഞങ്ങൾ അങ്ങ് തോപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ അത് തീരും. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ പക്ഷേ ഇത് കാൽച്ചുവട്ടിലെ മണ്ണ് VD സതീശന്റെ ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് നടക്കുന്ന കൊടിയ പരിശ്രമമാണെന്നേ. ഇത് വലിയ പണി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒലിച്ചു പോകുന്നതിന് മുന്നേ അത്യാവശ്യം നിൽക്കുന്ന സമയം കൊണ്ട് അത്യാവശ്യം സംഘപരിവാറുകാരെ ഇതിനകത്ത് കുത്തിത്തിരിക്കും. സംഘപരിവാറുകാരെ കൊണ്ടുവരിക മാത്രമല്ല സംഘപരിവാറിൻ്റെതായ സിസ്റ്റം ഇവിടെ കൊണ്ടുവരും.
ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, കേരളത്തിന്റെ നമ്മുടെ നിയമസഭയിൽ ഒരാൾ, അതായത് ഒ രാജഗോപാൽ, അദ്ദേഹത്തിന് സഹതാപ വോട്ട് കിട്ടി ജയിച്ചത് കേട്ടോ. ആ ഒ രാജഗോപാലിനെ അവിടെ നിയമത്തിൽ ജയിപ്പിച്ച ആരാ? UDF ആണ് ജയിപ്പിച്ചത്, അല്ലെ? വി സുരേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന ഒരുത്തിനെ അവിടെ പരാജയപ്പെടുത്തി UDF എന്നിട്ട് അവിടെ നിന്ന് ഒ രാജഗോപാലിനെ വിജയിപ്പിച്ചു. ആരാ കൊണ്ടുവന്നേ? UDF ആണ്. തൊട്ടടുത്ത തവണ വി ശിവൻകുട്ടി ആദ്യത്തെ സംഭവം പറയണം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. തൃശ്ശൂരിൽ എന്താ സംഭവിച്ചു? ഇവിടെ ഓരോന്നിടത്ത് പരിശോധിച്ച് നോക്കൂ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇതാ ഇപ്പൊ 3 MLA-മാരാണ് പിന്നെ BJPക്ക് ഇന്ന് അവിടെ പോയിരിക്കുന്നത്. എങ്ങനെ സംഭവിച്ചു? ആര് കാരണം ഉണ്ടായി? അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് സമീപകാല ഭാവിയിൽ 31 മുതൽ 36 വരെയുള്ള കാലഘട്ടങ്ങളിൽ എവിടെയെങ്കിലും ഈ സംഘപരിവാർ നമ്മുടെ കേരളത്തിൽ ഭരണം പിടിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ വന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് എന്താണോ അബദ്ധം പറ്റിയത് അതേ അബദ്ധം കേരളത്തിൽ ആവർത്തിക്കാൻ പോവുക VD സതീശനിലൂടെ. അപ്പൊ ഇതിനെ തടയിടുക എന്നുള്ളതാണ് അടുത്ത ശ്രമം. അപ്പോൾ പാർട്ടിക്കാരെ വിശ്വാസമില്ല, പാർട്ടിക്കാരോട് യാതൊരു അനുഭാവവും ഇല്ല, പുള്ളിക്കാരനുള്ള അനുഭവം. അതേസമയം ഞാൻ RV ബാബുവിനും ഈ ശശികലയ്ക്കും സമയം കൊടുത്തല്ലോ. RV ബാബു എന്ന് പറഞ്ഞ സംഘപരിവാറുകാരാണ്, RSSകാരനാണ്. ശശികല എന്ന് പറഞ്ഞ ഹിന്ദു ഐക്യവേദി നേതാവാ. ഈ കേരളം മുഴുവൻ പിന്നെ വർഗീയ വിഷം തുപ്പിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ് ശശികല. ആ ശശികലയ്ക്ക് കൊടുത്തല്ലോ. എന്താ അങ്ങനെ കൊടുത്തത്? ശശികലയ്ക്ക് അവസരമുണ്ട്, RV ബാബുവിന് അവസരമുണ്ട്. പക്ഷെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട പിന്നെ നേതാക്കന്മാർക്ക് അലോഷ്യസിന് കാണാനോ അബിൻ വർക്കിക്ക് കാണാനോ അതല്ലെങ്കിൽ PM നിയാസിന് കാണാനോ പെർമിഷൻ ഇല്ല. അവനെയൊക്കെ ആര് കാണും എന്ന് നാണംകെട്ട ചോദ്യം ചോദിച്ചു ഇവരെ ഇട്ട് മുഖത്തിട്ട് ആട്ടുമല്ലേ. നാണം ഉണ്ടെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം പാർട്ടി വിട്ട് പുറത്തേക്ക് പോകണമെന്നേ. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അതാ ചെയ്യേണ്ടത്. ഇത്തരക്കാരുടെ ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ കൂടൊക്കെ അവർക്ക് വേണ്ടി തല്ലും പിടിയും കൊണ്ട് ഈ പറഞ്ഞ ജലപീരങ്കി മേടിച്ചുകൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും കൊള്ളാതെ നടക്കുന്നതിനെക്കാട്ടി നല്ലതേ കൊള്ളാവുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പോയി ചേരുന്ന. സത്യം പറഞ്ഞ് ഇവർക്ക് പറ്റിയ പണി അതാ. PN നിയാസൊക്കെ പോയി ലീഗിൽ ചേര്, ഇച്ചിരിയെങ്കിലും മാന്യത ഉണ്ടാവുമെന്നാണ് എൻ്റെ അഭിപ്രായം.